നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വളരെ ഹംബിളാണ് വാസ്തവത്തിൽ, കമ്പയർഡ് ടു many parts of the world. We are, as I said, we are democratically very evolved in our system. പക്ഷെ ലോകത്തെ എവിടെയും പൊളിറ്റീഷ്യൻസിൻ്റെ പ്രധാന പ്രശ്നം എന്താണ്? ദേ വർക്ക് ഓൺ ഇൻസെൻറ്റീവ്സ്. അപ്പോൾ ഏത് വിഷയത്തിൽ ഫോക്കസ് ചെയ്താലാണ് അവരുടെ ഇലക്ട്രൽ കാര്യങ്ങൾക്ക് മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്, അവിടെയാണ് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അമേരിക്കയിൽ ഒരു ഇലക്ഷൻ വരുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നതാണ്, ഓരോ സെനറ്ററും വന്നായിട്ട് പറയുന്നത് ഞാൻ പാർലമെൻറ്റിൽ അസംബ്ലിയിൽ ഇന്ന ബില്ലുകൾ അവതരിപ്പിച്ചു, ഇന്ന കാര്യങ്ങളിൽ ഞാൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത്. നമ്മളുടെ നാട്ടിൽ പ്രധാനമായിട്ട് പറയുന്നത് ഞാൻ എത്ര കല്യാണം കൂടി എന്നുള്ള തരത്തിലാണ്. അപ്പോൾ കാരണം ആ കല്യാണം കൂടുന്ന ആളുകൾക്കാണ് ആളുകളുടെ ഒരു ഇത് സപ്പോർട്ട് കിട്ടുന്നത്. അങ്ങനെ വരാത്ത ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനോട് അനുബന്ധിച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ MLA ഫണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ലോക്കൽ PWD ലെവലിലേക്ക് അതിനെ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. അതല്ലല്ലോ നമ്മളുടെ ഗവേണൻസ് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ വരുന്ന ആളുകളുടെ കാലിബറോ കോമ്പിറ്റൻസോ ഒന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അവരുടെ ഇൻസെൻറ്റീവ് സ്ട്രക്ചർ ഒരു തരത്തിലും ഇപ്പോൾ ഇതല്ല. ഒന്നാമത്തത് നമ്പർ ഓഫ് പൊളിറ്റീഷ്യൻ ഹു ക്യാൻ ഗെറ്റ് ഇൻ ടു കേരളത്തിൽ ഒരു രാഷ്ട്രീയത്തിൽ വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ആയെന്ന് പറയുന്ന ഒരു MLA ആവുമ്പോഴാണ്. ഇപ്പോൾ ഈ 34 മില്യൺ ജനസംഖ്യയുള്ള കേരളത്തിൽ 140 MLA മാത്രമാണുള്ളത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UK പോപ്പുലേഷൻ നമ്മളുടെ ഏതാണ്ട് ഇരട്ടിയാണ്, 68-70 മില്യനാണ്. അവിടെ MP തന്നെ 700 ഉണ്ട്. ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളുടെ 20 MP അല്ല, അവിടെ MLA ഇല്ലയെന്ന് വെച്ചോ, എന്നാൽ പോലും അപ്പോൾ നമ്മുടെ MLA അവിടെ MP ആയിട്ട് ഇക്വലൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ 5 ഇരട്ടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി അവിടെയുണ്ട്. നമുക്ക് അതില്ല. നമ്മളുടെ MLA അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സിൻ്റെ സാലറി അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മൾക്ക് ഇറ്റ്സ് നോട്ട് കൺസ്യൂമറേറ്റ് the level of responsibilities which they have and the level of hard work which they do. So I have a very positive view of our politicians in general by itself, but also in comparison to what I see in other places. ഒരു കാര്യം, നമ്മുടെ ഈ കേരളത്തിലുള്ള കുറേ ഒരുപാട് മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സർവീസ് നമ്മൾ കേരള ഗവൺമെന്റ് യൂസ് ചെയ്യാത്തൊരു സാഹചര്യം. അവരെ പുറത്തേക്ക് ഏതൊരു രാജാവാണ് കുറേ കാലം ഈ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഡൽഹിയിൽ എന്തൊരു ഡിസഗ്രിമെന്റ് അങ്ങനെ അവർക്കൊന്നും ഒരു അവസരം നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യാതിരിക്കുന്നവർക്ക് താങ്കളായിരുന്നു. എന്നെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നൊരു പരാതി എനിക്കില്ല. ഇവിടെ ഞാൻ ആക്ച്വലി അതായത് കേരള ഗവൺമെന്റ് പ്രോബ്ലി ദ ഫസ്റ്റ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ ടു ക്രിയേറ്റ് ഈ ലോക കേരള സഭ പോലെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനം വിദേശത്തുള്ള ആളുകളെ നമ്മളായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. പല തരത്തിലും ഗവൺമെൻറ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് ഉണ്ടാക്കുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ two-way സ്ട്രീറ്റ്. പുറത്തുള്ള ആളുകൾ ഷുഡ് മേക്ക് എൻ എഫേർട്ട് ടു കം ആൻഡ് ബി കണക്റ്റഡ് ആൻഡ് ഗവൺമെൻറ് ഷുഡ് ഓൾസോ ട്രൈ ടു മേക്ക് എൻ എഫേർട്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് പുറത്തുള്ള ആളുകൾക്കൊരു എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളുടെ പോളിസി മേക്കിംഗ് ഈസ് എസെൻഷ്യലി ഡ്രിവൺ by the civil servants and not by technical experts. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പോലും, നമ്മളുടെ നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിലെ എക്സ്പെർട്സ് ആർ ദേ ഇൻവോൾവ് ഇൻ അവർ പോളിസി മേക്കിംഗ്? ദിസ് വി ഹാവ് ടു ആസ്ക്. പിന്നെ വെൻ ഐ ഗോ ടു ജപ്പാൻ ഫോർ എക്സാമ്പിൾ, അവിടുത്തെ ഞാൻ ഒരു മീറ്റിങ്ങിന് പോകുമായിരുന്നു. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അതിന് വരുന്നുണ്ട്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ വരുന്നുണ്ട്, പിന്നെ വേറെ ഞാനുണ്ട്, വേറെ ആരുണ്ട്. അപ്പോൾ ഈ മിനിസ്റ്റർ വാസ് ലൈക്ക് വാസ് വെരി നെർവസ്. അതായത് പ്രൊഫസർ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ഐ ഹാവ് ടു ബി വെരി പ്രിപ്പയർഡ്. അപ്പോൾ പുള്ളി ഞങ്ങളെ വിളിച്ചിട്ട് പറയാണ്, നമുക്കൊരു റിഹേഴ്സൽ ചെയ്യണതിന് മുമ്പ്, പ്രൊഫസറിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് റിഹേഴ്സൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ വരുന്നതിന് മുമ്പ് ഞങ്ങളിങ്ങനെ റിഹേഴ്സലൊക്കെ ചെയ്ത് അത് ചെയ്യുന്നു. അതിനുശേഷം പ്രൊഫസർ വരുന്നു. അപ്പോൾ പ്രൊഫസർ വരുമ്പോൾ ഹീ ഈസ് ദ ബിഗ് പേഴ്സൺ ഇൻ ദ റൂം. അപ്പം ആ ടെക്നിക്കൽ എക്സ്പെർട്ടീസിന് അത്രമാത്രം വാല്യൂ ആണ് അവരവിടെ കൊടുക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടോ? നമുക്കത് ഇപ്പം ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് മിനിസ്റ്റേഴ്സിൻ്റെ ലെവലിലാണെങ്കിലും ബ്യൂറോക്രാറ്റ്സിൻ്റെ ലെവലിലാണെങ്കിലും ടെക്നിക്കൽ ഒരു ഇഫ് യു ഹാവ് എ senior civil servant in the room and the university vice chancellor in the room or university professor in the room,
പവർ ഇക്വേഷൻ എവിടെയാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ആ ഒരു റിഫ്ലക്ഷനാണ് ഈ വിദേശത്തു നിന്നുള്ള ആളുകളുടെ കയ്യിലുള്ളത്. പക്ഷെ അവരുടെ ഒരു അക്സസിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അവർ നാട്ടിൽ വരുമ്പോൾ അവർക്കൊരു ഇത് കിട്ടുന്നില്ല, പക്ഷേ നാട്ടിലുള്ള ആളുകൾക്ക് പോലും അത് കിട്ടുന്നില്ല എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്.